11:37 PM ഉറങ്ങേണ്ട സമയമാണ്. പക്ഷെ ഞങ്ങൾ ഒരു തീർത്ഥയാത്ര പോവാ. വ്യാഴാഴ്ച രാവിലെ 6:05 ജനശതാബ്ദി എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോകുന്നത്. തിരുവല്ല ചക്കുളത്താവ്. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ നേരെ ഗുരുവായൂരൊക്കെ പോകും. അപ്പം ഞങ്ങൾ 5 ആൾക്കാരുണ്ട് ഒരു വീട്. ഇത് എൻ്റെ മാത്രം ഏട്ടൻ്റെതും മക്കളുടെതൊക്കെ വരാതിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചുമക്കാൻ ഒരാൾ വേണ്ടേ? അപ്പൊ ചുമക്കാനുള്ള ആളെ ഞാൻ കാണിച്ചു. ഒരു മിനിറ്റ്. ഇപ്പൊ വേണ്ട, നാളെ കാണിക്കാം. ഓക്കെ, ചുമക്കാനുള്ള ആളെയൊക്കെ ഞങ്ങൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അംഗസംഖ്യ കൂടിയപ്പോൾ ഒരു ദിവസത്തേക്ക് പോവുകയാണെങ്കിലും ഞങ്ങൾക്ക് ഒരാഴ്ചത്തെ തുണിമണികൾ വേണം. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെക്കാൻ പോവുക. 3 മണിക്ക് നാളെ എഴുന്നേറ്റാൽ 4:30 വണ്ടി വരും. ഇവിടുന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തണം. എനിക്ക് ഉറങ്ങാൻ പോലും നേരമില്ല. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് ഒക്കെ കഴിഞ്ഞ് നമുക്ക് നാളെ രാവിലെ ഏർലി മോർണിംഗ് കാണാം. ഹലോ ഗൈസ്. ഹലോ ഗൈസ്. കിച്ചു പുതിയ ഷൂ ഒക്കെ ഇട്ട് സ്റ്റൈലായി ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ പോകും കേട്ടോ. എന്നാലും നമ്മളൊക്കെ ബാഗ് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ വണ്ടി വരുന്നപ്പോൾ വിളിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ഭാണ്ടക്കെട്ട് ചുമക്കാൻ ഇവിടെ ആള് റെഡി. ചുമക്കേണ്ട ആളെ കാണിക്കണ്ടേ? ഇന്നലെയും കാണിച്ചില്ലല്ലോ, കാണിക്കട്ടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും പോവാണ്. ഇനി നമുക്ക് ഓൺ ദ വേയിൽ ഓരോരോ കാര്യങ്ങൾ കാണാം. 5:45 ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. 6:10 ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടുന്ന് ചായയും റസ്കൊക്കെ വാങ്ങി അവിടുന്ന് കഴിക്കുക. അപ്പോൾ മോനും കുഞ്ഞോനും വെയിറ്റിംഗ് ആണ്. ട്രെയിൻ വരുന്നത് ആകാംക്ഷയോടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ട്രെയിൻ വന്നു. ജനശതാബ്ദി സൂപ്പർ ഫാസ്റ്റാണ്. ഒരു 11:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരുവല്ലയിലെത്തും. അപ്പം ഇനി നമുക്ക് തിരുവല്ലയിൽ എത്തിയിട്ട് കാണാം. തിരുവല്ല നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെ നമ്മൾ പോകുന്നത്? ബൈ ക്യാബ് ബുക്കിംഗ് ചെയ്ത് പോവാ, അല്ലെങ്കിൽ എങ്ങനെ പോകുന്നത്? ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ സ്ഥലമായിട്ടുള്ള ചക്കുളത്താവിലേക്ക് പോകണം. നമ്മൾ ചക്കുളത്താവിലെത്തിയിട്ടോ. അവിടെ എത്തിയിട്ട് നമ്മളവിടെ ട്രസ്റ്റിൻ്റെ വകയായിട്ടുള്ള ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടെയാണ് റൂം എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഒരു ആനയുടെ സ്റ്റാച്യു ഉണ്ട്. ഇത് കണ്ടപ്പം ഒരു കിച്ചൂട്ടിന് പേടി, ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഞാനത് കയറി തൊട്ട് കാണിച്ചു കൊടുക്കുക. ഇത് ആനയല്ല, ഇത് വെറും പ്രതിമയാണെന്ന് പറഞ്ഞിട്ട് അവന് തൊട്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഏറ്റവും സമയം ഞാൻ ആ തൊട്ട് കാണിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും അവന് സമാധാനമായി. പിന്നെ അവനെ കൊണ്ടുപോയി തൊടിയിപ്പിച്ചു. അപ്പോൾ അവന് വിശ്വാസമായി അത് ആനയല്ല, ജീവനില്ല എന്ന് അവന് മനസ്സിലായി. പിന്നെ കരച്ചിലൊക്കെ നിർത്തി. അവന് ആദ്യമായിട്ട് ഇങ്ങനെ എത്ര അടുത്ത ആനേനെ കാണുന്നത് ആദ്യമായിട്ടാണ്. പേടിച്ചിട്ടോ അയ്യേ നടക്കേട്. ചാറ്റു ആണിപ്പോ മനസ്സിലായില്ലേ?
ചക്കുളത്തേവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു താമസം അത് ഇന്നൊരു രാത്രിയും നാളെ ഇതേ ടൈം 12 മണി വരെ ഞങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ മഴയാന്നൊക്കെ വിചാരിച്ച് വന്നപ്പോൾ നല്ല വെയിലാണ്, ഇവിടെ ചൂടാണ്. അപ്പോൾ ഞങ്ങൾ ഒരു AC റൂമാണ് എടുത്തത്. ഞങ്ങൾ AC റൂമും ഫാനും ഉണ്ട്. സാധനങ്ങൾ വേണ്ടേ? അപ്പോൾ AC റൂം എടുത്തു. അപ്പോൾ ഇപ്പം ഇപ്പം മറ്റേ ഒരു പഴഞ്ച ഒരു അപ്പോൾ ഞങ്ങൾ പിന്നെ ഇനി ഭക്ഷണം കഴിക്കാൻ പോവാം. ഭക്ഷണം കഴിച്ച് വന്നിട്ട് ഒന്ന് നന്നായിട്ട് കിടന്നുറങ്ങണം. കിടന്നുറങ്ങി കഴിഞ്ഞിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് അമ്മേനെ കണ്ട് തൊഴണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ, അമ്പലത്തിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ നമുക്ക് വൈകുന്നേരം 6 മണിക്ക്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവാം. കിട്ടൂട്ടെന്നാ വരുന്നത്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും റൂമിലെത്തി. ഇനി നല്ലൊരു ഉറക്കം ഉറങ്ങണം. AC ഒക്കെ ഇട്ട് വെച്ചേക്കും, നല്ല തണുപ്പ്. ഈ കുളിങ്ങിനൊന്ന് കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ പോകണം. ഇവരിനിപ്പോൾ ഉറങ്ങുമെന്ന് അറിയത്തില്ല. TV ഒക്കെ ഇട്ട് കാണാൻ നിൽക്കുക. അവർ ഇപ്പോഴും ഉറങ്ങാനില്ല. ചെറിയ TV ആണ്. 3 സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട്. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റത് കൊണ്ട് തന്നെ എനിക്ക് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ അപ്പോൾ ഉറങ്ങിപ്പോവും. അപ്പോൾ ഒന്ന് ഉറങ്ങി ഫ്രഷായി ഒരു നല്ലൊരു ഫ്രഷ് മൈൻഡോട് കൂടിയൊക്കെ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് വന്ന് കിടന്നുറങ്ങാൻ നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. 3 എണ്ണം കട്ടിൻ്റെ മുകളിൽ കയറി മറിഞ്ഞു. അതിൻ്റെ ഇടയിൽ കൂടി അച്ഛനും കൂടി. അച്ഛനും മക്കളും കൂടി ഇവിടെ കിടന്ന് ഡാൻസും പാട്ടും മേളവും കളിയും. ഞാൻ ഏതായാലും കിട്ടിയൊരു മൂലയിൽ കിടന്ന് സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങി. ഇവിടെ പലതരത്തിലുള്ള വഴിപാടുകളുണ്ട് കേട്ടോ. വിളക്ക്, പട്ട്, അങ്ങനെ പല വഴിപാടുകളുണ്ട്. അപ്പം ഞാനിന്ന് ഒരു വിളക്ക് വാങ്ങി വൈകുന്നേരം പോകുമ്പോൾ അവിടെ അമ്മയുടെ നടയിൽ കൊടുക്കുന്നുണ്ട്. ഇത് അമ്മയ്ക്ക് എൻ്റെ അമ്മ നേർന്നൊരു വഴിപാടാണ്. അപ്പം ഞാനൊരു വിളക്ക് ഇന്ന് കൊടുക്കുന്നുണ്ട്. വൈകുന്നേരം അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ വക വഴിപാടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നടത്തി. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചു, മസാല ദോശ. പിന്നെ ഞങ്ങൾ പാഴ്സലും വാങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നാളെ രാവിലെ വീണ്ടും ഇവിടേക്ക് വന്ന് കുറച്ചുകൂടി വഴിപാടുണ്ട്, അതൊക്കെ നടത്തും. അപ്പോൾ ഇപ്പം ഞങ്ങൾ റൂമിലോട്ട് പോവുക. ഞങ്ങൾ രാവിലെ കുളിച്ച് വൃത്തിയായി അമ്പലത്തിൽ വന്നിട്ടുണ്ട്. ചക്കുളത്തേവിലേക്ക് ബാക്കി വഴിപാടും കാര്യങ്ങളൊക്കെ ഇന്നാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് അവിടുന്ന് ഭക്ഷണം കഴിച്ച ശേഷം ഒരു 12 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. 12 മണി വരെ ഉള്ളപ്പോഴത്തേക്കും ഒരു ദിവസമാവും. 12 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ വെക്കേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ സെറ്റും കൊണ്ട് കൊടുക്കും. എൻ്റെ പുത്രൻ, അടുത്ത പുത്രൻ, ഇതേ വേറൊരു പുത്രൻ, ഇനി മൂത്ത പുത്രൻ.
ഏട്ടനെ ഈ കൂട്ടത്തിൽ കൂട്ടൂല. ഏട്ടൻ കാവ്യ. ഏട്ടന് മുണ്ട് മാറിപ്പോയി. ഞങ്ങളവിടെ ചെന്ന് ഞങ്ങളുടെ വഴിപാടെല്ലാം നടത്തിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. കുറച്ച് നല്ല ഫോട്ടോസുകളായിരുന്നു എല്ലാം. ഇതൊരു വഴിപാടാണ് കേട്ടോ. ഈ മരം ആൽമരമല്ല, ഇത് വേറെ ഒരു മരമാണ്. അപ്പോൾ ഈ ഇവിടെ തൂക്കിയിട്ടേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളില്ലാത്ത ദമ്പതിമാർ വന്നിട്ട് വഴിപാട് നടത്തും. ഇങ്ങനെ തൊട്ടിലും പട്ടും, ആ തൊട്ടിലിൻ്റെ ഉള്ളിൽ ചെറിയൊരു കുട്ടിയുടെ രൂപം ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ കെട്ടിയിട്ട് അതിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഈ നേർച്ച വഴിപാട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്നാണ് കേട്ടോ വിശ്വാസം. ഒരുപാട് ഇത് മരത്തിന് ചുറ്റും ഇങ്ങനെ ഒത്തിരി കാണാം. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു. കുഞ്ഞോ വന്നിട്ട് അതിങ്ങനെ തൊട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടീൻ്റെ ശില്പം. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വേഗം ഇറങ്ങിയിട്ട് 12 മണിക്ക് വെക്കേറ്റ് ചെയ്യാനുള്ളതിനെ കൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വേഗം ഇറങ്ങി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂരേക്കാണ്. ആ ഒരു വീഡിയോ അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.